പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിരപരിചിതമായ സങ്കീർത്തന ഭാഗമാണ് പ്രതിവചന സങ്കീർത്തനം. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. അത് വ്യക്തമാക്കുന്നൊരു സുവിശേഷ ഭാഗമാണ് എന്ന് നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം അവസാനം വന്ന ഇവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. ആർക്കും ഒന്നിനും കുറവ് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു യജമാനനെ കാണിച്ചു തന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു യഥാർത്ഥ ഇടയൻ തൻ്റെ ആടുകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പരിപാലിക്കുന്നതെന്ന്, ശ്രദ്ധാലുവാകുന്നതെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഒന്നാമത്തെ വായനയിൽ അതിന് നേരെ എതിരായിട്ട് ശരിക്കും ഇടയന്മാരെങ്ങനെ ആയിരിക്കരുതെന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതം. ഇടയന്മാർ ആടുകളെയല്ല പോറ്റേണ്ടത്, ഇടയന്മാർ ആടുകളെയല്ലേ പോറ്റേണ്ടത്. നിങ്ങൾ മേധസ് ഭക്ഷിക്കുകയും രോമം കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊഴുത്തതിനെ കൊല്ലുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ആടുകളെ പോറ്റുന്നില്ല. ദുർബലമായതിന് നിങ്ങൾ ശക്തി കൊടുത്തില്ല. മുറിവേറ്റതിനെ വച്ചുകെട്ടിയില്ല. വഴിതെറ്റിയതിനെ തിരികെ കൊണ്ടുവരികയോ കാണാതായതിനെ തേടുകയോ ചെയ്തില്ല. പക്ഷേ യജമാനനിൽ നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന ഒരുവനെ പോലും വിളിച്ചു കൊണ്ടുവന്ന് ജോലി കൊടുത്ത് അവൻ അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ട വകയുണ്ടാക്കി കൊടുക്കുന്ന കാഴ്ചയാണ്. രാവിലെ തുടങ്ങി വിളിച്ചു തുടങ്ങിയ ആളുകളെ, ജോലിയില്ല എന്ന് പറഞ്ഞാൽ നിൽക്കണേ, ഓക്കെ ഞാൻ ജോലി തരാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇങ്ങനെ ആളുകളെ വിളിച്ചുകൊണ്ട് പോകുന്ന ആലോചിച്ച് നോക്കി. 9 മണിക്ക് വന്നവൻ തീർച്ചയായും വിചാരിക്കുന്നുണ്ട് എനിക്ക് 1000 രൂപ കിട്ടും. അപ്പോഴാണ് കാണുന്നത് 5 മണിക്ക് വന്നവനാണ് 1000 രൂപ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് 1500 കിട്ടില്ലേ, അല്ലെങ്കിൽ 2000 കിട്ടാനില്ലേ? പക്ഷേ കർത്താവ് കൊടുക്കുന്നത് 1000 രൂപയാണ്. ഒരു ദിവസത്തേക്കുള്ള കൂലി തരാമെന്നുള്ള വ്യവസ്ഥയിലാണ് കൊണ്ടുപോയിരിക്കണേ. അവിടെ 1000 രാവിലെ 9 മണിയായിട്ടും ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ വലിയ കാര്യമാണ്. അവന് കിട്ടിയതിൻ്റെ അനുഗ്രഹം വലുതാണ്. ഒന്നിനും കുറവുണ്ടാവാത്ത വിധത്തിലെ കർത്താവ് പരിപാലിക്കുന്നതിൻ്റെ അടയാളമാണത്. അതിന് അവൻ മനസ്സിലാക്കാതെ പോയത് അവൻ്റെ തെറ്റ്. പക്ഷേ കർത്താവ് പരിപാലിക്കുന്നുണ്ടെന്നേ, കർത്താവ് കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള തിരിച്ചറിവാണ്. എനിക്കിങ്ങനെ ഒരു ഇടയനുണ്ട്. ഈ ബോബി അച്ഛൻ്റെ പുസ്തകത്തിലേക്ക് വായിച്ചിട്ടുണ്ട്. ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നു. ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് വലിയൊരു ഗായകൻ, പ്രശസ്തനായിട്ടുള്ളൊരു ഗായകൻ, അയാൾ എഴുന്നേറ്റ് നിന്ന് ഈ ഒരു 23-ാം സങ്കീർത്തനം ഇങ്ങനെ ആലപിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ മനം മയങ്ങി നിൽക്കുന്ന നിമിഷങ്ങൾ, അതിമനോഹരമായിട്ടുള്ള സങ്കീർത്തനാലാപനം. എല്ലാവരും ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ കൈയടിച്ചും അയാളെ കെട്ടിപ്പിടിച്ചും അഭിനന്ദനങ്ങൾ കൊണ്ടും ഓടിയും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നേരത്ത് അയാൾ അവിടെ ഒരു വൃദ്ധനായിട്ടുള്ള പുരോഹിതനെ കാണുന്നു. ഒരു കുസൃതി തോന്നിയിട്ട് ഇങ്ങനെ ആ വലിയ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് അയാൾ ആ പുരോഹിതനോട് പറയുന്നുണ്ട്, അച്ഛന് ഈ ഒരു സങ്കീർത്തനം പാടാൻ പറ്റില്ലേ? എല്ലാവരുടെയും ശ്രദ്ധ കൂനിക്കൂടിയിരിക്കുന്ന ആ വൃദ്ധ പുരോഹിതനിലേക്ക് തിരിയുന്നു. വെല്ലുവിളിയാണെന്നറിഞ്ഞിട്ടും അദ്ദേഹം പതിയെ തൻ്റെ വടികുത്തി എഴുന്നേറ്റ് കണ്ണടച്ച് ഈ മേച്ചിൽപ്പുറങ്ങളിലേക്കൊക്കെ തൻ്റെ മനസ്സിനെ മേയാൻ വിട്ടിട്ട് ഈ സങ്കീർത്തനം പറയുന്നുണ്ട്. പാട്ടല്ല, പറച്ചിലാണ്. പക്ഷെ ഇങ്ങനെ കേൾക്കുന്ന ഓരോരുത്തരുടെയും മനസ്സ് ശാന്തമാകുന്ന വിധത്തിൽ ഇയാളുടെ സ്വരമുയർന്നും താണും ഇങ്ങനെ വല്ലാത്തൊരു ശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സങ്കീർത്തനം ഏറ്റുപറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പതിയെ പുറത്തേക്ക് നടക്കുമ്പോൾ ഒന്നും മിണ്ടാനാവാതെ മിഴി നിറഞ്ഞു നിൽക്കുന്ന ജനക്കൂട്ടം. ഒന്നും മിണ്ടണില്ല, എഴുന്നേൽക്കുന്നില്ല, കൈയടിക്കാനായിട്ട് കൈപൊങ്ങുന്നില്ല. കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന അവരുടെ നടുവിലൂടെ ഈ വൃദ്ധ പുരോഹിതൻ നടന്നു പോകുന്ന ഊന്നുവടിയുടെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. എല്ലാവരോടുമായി ഈ കളിയാക്കാൻ ഉദ്ദേശിച്ച ഈ പാട്ടുകാരൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന്, എനിക്ക് സങ്കീർത്തനം അറിയാം, അദ്ദേഹത്തിന് ഇടയനെയും.
ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഒരാൾക്ക് പോലും കൈയടിക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സിനെ ഇങ്ങനെ ശാന്തമാക്കി ഇങ്ങനെ പോയ ഒരു സങ്കീർത്തനത്തിൻ്റെ ഏറ്റുപറച്ചിൽ. അപ്പുറത്ത് ഒരാളുടെ ശബ്ദ സൗകുമാര്യം കൊണ്ട്, അയാളുടെ ഗാനാലാപന ശൈലി കൊണ്ട് അയാൾ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, ഇവിടെ മനസ്സിനെ മുഴുവൻ ഇങ്ങനെ ഇടയനിലേക്ക് അർപ്പിച്ച ഒരാളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയിൽ മനുഷ്യർ മുഴുവൻ സ്വസ്ഥരാകുന്ന കാഴ്ചയാണ്. ഈ ഇടയനെ അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധാലുവായ, ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾക്കും ഡിമാൻഡ് വയ്ക്കാതെ എൻ്റെ ഓരോ ദിവസങ്ങളെയും കാര്യങ്ങളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും ചേർത്ത് പിടിക്കാനും മനസ്സുള്ളൊരു ഇടയൻ. ഇവരാനെ അങ്ങനെ ഒരു ഇടയൻ ഞങ്ങൾക്കൊപ്പമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ കൂടെയുള്ളവർക്കും അങ്ങനെ ഇടയനായി മാറാനായിട്ടുള്ള നിയോഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ ഈ രാത്രി അങ്ങ് ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് മുട്ടിന്മേലായിരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടയ മനസ്സുമായിട്ടൊരു ദൈവം നമ്മുടെ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പുലർത്തുമ്പോൾ കൂടെയുള്ളവരുടെ ഇടയന്മാരായി തീരാനായിട്ടുള്ള നമ്മുടെ നിയോഗങ്ങളെ മറന്ന് നമുക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? നമുക്കായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുമായിട്ട് വേണം ഈ രാത്രി ഉറങ്ങാൻ പോകാൻ. കർത്താവ് അവരെ പരിപാലിക്കുന്നുണ്ട്. കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. കർത്താവെ, അങ്ങയുടെ മനസ്സോടെ അവരുടെ കാര്യങ്ങളിൽ ഞാനൊന്ന് ശ്രദ്ധാലുവാകട്ടെ. സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ